ഹലോ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ എത്തിയിരിക്കുകയാണ്. 2-3 ദിവസം ലേറ്റ് ആണെങ്കിലും എത്തി സാധനം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇത് Acer Aspire 7 Ryzen 5 quad-core 3550H എന്ന് പറയുന്ന ലാപ്പാണ്. അപ്പം ഈ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. അത് കഴിഞ്ഞ് ഉള്ളിലൊരു കാർഡ് ബോർഡിൻ്റെ അകത്താണ് നമ്മുടെ ഈ ലാപ്പ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറും ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ. ഇനിയിപ്പം ആ കവറിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ലാപ്പിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് Acer. അപ്പം ബാക്കി അപ്പുറത്തൊക്കെ ഉള്ള പോലെ ഇതിന് അവിടെ ഇവിടെയൊക്കെ സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നമ്മുടെ മെയിൻ സാധനമാണ്. അത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ്. ഓക്കെ, അപ്പം ഇത് ചാർജറൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ ചാർജറും അതിൻ്റെ അഡാപ്റ്ററൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഒരു 135 വാട്ട് ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. 1 മണിക്കൂറിനുള്ളിൽ ഈ സാധനം 0 to 100% ആവും. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ബോക്സും സാധനങ്ങളുടെ അടുത്ത് ദൂരേക്ക് വരാം. ഇനിയിപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് ഇങ്ങോട്ടെടുക്കാം. അപ്പം ഇതൊരു 8 GB റാമും 512 GB SSD വരുന്ന ഒരു മോഡലാണ്. ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ഈ സാധനം കിട്ടാൻ നല്ല പാടായിരുന്നു. ഞാൻ ബിഗ് ബില്യൺ സെയിലിന് 49,990 കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇപ്പം അതിന് പോയിട്ട് 49,990, 50,000 രൂപയോളം വിലയുണ്ട്. ഇപ്പം ഒരു 5,000 രൂപയും കൂടെ കൂടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വാറണ്ടി കടക്കണം. അപ്പം ഇതിനകത്ത് തൽക്കാലത്തേക്ക് തിരുമൂലയിലേക്ക് വെച്ചിട്ട് വാറണ്ടി കാർഡൊക്കെ നമുക്ക് നോക്കാം. ഇതല്ല, ഇത് യൂസർ മാനുവലാണ്. ഇതിൻ്റെ യൂസർ മാനുവലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജർ പോർട്ട് എവിടെയാണ്, നമ്പേഴ്സ്, കീയോ ഒക്കെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർനാഷണൽ വാറണ്ടി. അവിടെ ഇൻ്റർനാഷണലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം നമുക്ക് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിരിക്കും. നമ്മളവിടെ കസ്റ്റമർക്ക് വിളിച്ച് സംസാരിച്ചാൽ മതി. നമുക്ക് എവിടെയൊക്കെ വാറണ്ടി കിട്ടുമെന്ന് ചോദിക്കാനൊക്കെ ആയിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറും സാധനമൊക്കെ ഒന്ന് തുറന്നു നോക്കാം. എന്താ കൊടുത്തിരിക്കണമെന്നൊക്കെ അറിയാമല്ലോ. അപ്പം സാധാരണ ഒരു നമ്മുടെ നോർമൽ 3 കുത്തുന്ന പോലത്തെ ഒരു സാധനം കൊടുത്തേക്കുന്നത്. അതുപോലെ ഇത് അതിൻ്റെ കൂടെ വരുന്ന അഡാപ്റ്ററാണ്. ഇതൊരു ഏസറിൻ്റെ അല്ല, ഇതൊരു വേറൊരു കമ്പനിയുടെ അഡാപ്റ്റർ തന്നെ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഒരു 135 വാട്ടിൻ്റെ നല്ല ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ളൊരു അഡാപ്റ്ററാണ്. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവർക്കൊരു ഏസർ തന്നെ തരായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വേറെ ഏതെങ്കിലും കമ്പനിയാണെങ്കിൽ അവരുടെ ബാഡ്ജിങ് റീഫണ്ട് കൊടുക്കാം. ഇതൊരു പേര് പോലും നോക്കാത്തൊരു കമ്പനിയുടെ അഡാപ്റ്ററാണ് സമയത്ത് ഇനി മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം പുറത്തേക്ക് വരാം. ലാപ്ടോപ്പ് Acer നല്ല പ്ലെയിൻ ഡിസൈനിൽ ഒരു കുത്തുപണികളും ഇല്ലാതെ കൊടുത്തിരിക്കുന്നൊരു ലാപ്പാണ്. എൻ്റെ എനിക്ക് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിംഗ് ലാപ്പാണ്. ബട്ട് സ്റ്റിൽ ഇത് ഒരു പ്രൊഫഷണൽ ലുക്ക് വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ഹീറ്റിംഗ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പതുക്കെ അങ്ങ് തുറക്കാതെ അതിന് അവിടെയാണ് അതിൻ്റെ ആസ്പെർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മേളിലാണ് Acer എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അവരുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻ്റ് ആസ്പെർ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ ഹിഞ്ച് വരുന്നത്. ഇതൊരു 180 ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നത്, പരത്തി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്ക്രീനാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് തുറക്കാം. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസാണ്. Acer അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ എനിക്കാണെങ്കിൽ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് പതുക്കെ
തുറക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളു. അകത്തൊരു ചെറിയൊരു ലാപ്പൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു തുണി തന്നിട്ടുണ്ട്, സ്ക്രീനൊക്കെ ഒന്നും അറിയാതിരിക്കാൻ. അതിന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ സാധനം ഓണാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് കുത്തിയിടണം. ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുത്തിയിടണം. അതായത് ചാർജ് ഫുള്ളാകണമെന്നില്ല, പ്ലഗ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ അത്ര ഉള്ളൂ. കാരണം നിങ്ങൾക്കത് കോഴ്സ് ചെയ്തിരുന്ന റീഡ് ചെയ്യാം. അപ്പം ഓക്കെ, ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഇനി നമുക്കിത് ഓൺ ചെയ്യാം. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ബട്ടൺ വരിക. അപ്പോൾ നമ്മുടെ യൂസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോഗോ നമുക്കവിടെ സ്ക്രീനിൽ തെളിഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ നമ്മുടെ സെറ്റപ്പുകളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കൺട്രി ഏതാണ്, റീജിയൻ ഏതാണെന്നല്ല ഇതൊക്കെ കൊടുക്കുക. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ എന്നൊക്കെ എല്ലാം വരും. അപ്പോൾ നമ്മൾ അതെല്ലാം കൊടുക്കുക. ഏകദേശം ഒരു 10-30 മിനിറ്റിൻ്റെ പരിപാടികൾ കാണും. അപ്പോൾ അതെല്ലാം കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് റീജിയൻ ഏതാണോ, ഇതിനകത്ത് ഇന്തോനേഷ്യ എന്നും പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്തോനേഷ്യ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ടൈം അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് കീബോർഡ് ലേഔട്ട്. അപ്പം കീബോർഡ് ലേഔട്ടൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലാത്തത് നമുക്ക് നേരം ഓക്കെ കഴിഞ്ഞ് പരിപാടി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണക്ട് നെറ്റ്വർക്ക്. അപ്പം ഈ പരിപാടി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ സമയം കൊണ്ട് ഇത് ലാപ്പിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റിക്കറാണ്. നമ്മുടെ ലാപ്പിൽ കീബോർഡ് വൈഫൈ 6 ലെവലുകളുടെ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ HDMI പോർട്ട് സ്റ്റിക്കറാണ്. ഇതിൻ്റെ ബാക്ക് കീബോർഡ് അടിപൊളി, ഫുൾ വൈറ്റ് കളറിലുള്ള നല്ലൊരു ഇതാണ്. ഇനി കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് നിന്ന് പോകാൻ നമുക്ക് സെറ്റിങ്സ് മാറ്റാൻ പറ്റിയത്. വിൻഡോസ് 10ൻ്റെ ലൈസൻസ് സെറ്റിൽമെൻറ്റാണ്. ഇത് വായിച്ചു നോക്കാം. പിന്നെ നമ്മളൊന്നും ഇത്ര വില കൊടുത്ത് ലാപ്പ് അടിച്ചിട്ട് അത് വായിക്കാതിരിക്കില്ല. ലെറ്റ്സ് ആഡ് യുവർ അക്കൗണ്ട്, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പിന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ ലാപ്പ് ഓണായി വരുമ്പോൾ അതിൻ്റെ ഒരു പാസ്വേഡ് പോലെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആൽഫബറ്റിക്കൽ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിവിടെ ഒരു പിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീബോർഡ് സെക്യൂർ സേഫായിട്ടിരിക്കാം. വേറെ ആരും നമ്മുടെ കീബോർഡ് ലാപ്പിൽ കയറി പണിയാതിരിക്കും. അപ്പോൾ അത് കൊടുക്കണം എന്നാണ് ഞാൻ എല്ലാവരും പറയുന്നത്. അപ്പോൾ കൺഫേം പിന്നടിക്കാം. കൺഫേം നമ്മുടെ പാസ്വേഡ് അടിച്ചിരിക്കുന്നതിന് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്താൽ നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ നമ്മുടെ വിൻഡോസ് സ്ക്രീനിലേക്ക് വന്നിരിക്കണം. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റിയാണ് ഈ ഡിസ്പ്ലേക്ക് കാണാൻ. പിന്നെ എല്ലാ ലാപ്പിനൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായി കിടക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ പകർച്ച പോലെ കാര്യമുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. പിന്നെ എക്സ്ട്രീം അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ആ പ്രൈസിന് ഇവർ ഇതുപോലെ പെർഫോമൻസ് എല്ലാം കൊടുത്തപ്പോൾ ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നല്ല യൂസിൻ്റെ പണി കിട്ടും. അപ്പോൾ ഓവറോൾ ഈ ലാപ്പ് നല്ലൊരു ലാപ്പാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലാപ്പാണ്. അപ്പോൾ താങ്ക് യു.